ഓൾറൈറ്റ് ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നെൻ്റെ ചെസ്റ്റ് ഡേ ആണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. എനിക്ക് ചെസ്റ്റാണ് വർക്കൗട്ട്. സോ ഞാനിന്ന് ഇൻട്രോയിൽ ഞാനിപ്പോൾ കട്ടിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ മെയിൻ്റനൻസിൽ നിന്നിട്ട് കുറച്ച് നാളെ ഞാൻ ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും റീഗെയിൻ ഫേസിലോട്ട് പോകുന്നത്. സോ കുറച്ച് മിസ്റ്റേക്സ് അത് മിക്കവാറും ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നതും മെയിൻലി എനിക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ എൻ്റെ കട്ടിൽ ചെയ്ത സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്തു അതിൻ്റെ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി എന്ന് വെച്ചാൽ മെയിൻലി ആൾക്കാർക്ക് ഡൗട്ടുള്ളതും ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കുമാണ്. അതായത് ലെഗിൻ്റെ മസിൽ, അതായത് ലെഗ് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ട്രെയിൻ ചെയ്യണം, അത് എങ്ങനെ ട്രെയിൻ ചെയ്താലും നമുക്ക് കട്ടിങ്സും അതുപോലെ ഫുൾനെസ്സും വോളിയവും ആ മസിലിനകത്ത് വരും. സോ ബേസിക്കലി എന്ന് വെച്ചാൽ നിങ്ങൾ ലെഗ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഹെവി വെയ്റ്റ് സ്ക്വാട്ട്, ബാർബൽ സ്ക്വാട്ട് അല്ലെങ്കിൽ സ്മിത്ത് മെഷീൻ സ്ക്വാട്ട് ആയിരിക്കും മിക്കവരും ആദ്യമേ ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ, മിക്ക ആൾക്കാരും ഞാൻ കൺട്രോളിലാണ്. ലെഗ് എന്ന് പറയുമ്പോൾ ബാർബൽ സ്ക്വാട്ട്, ഹെവി വെയ്റ്റ് സ്ക്വാട്ട്, ബാക്കിയുള്ള മെഷീൻസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യും. സോ ബേസിക്കലി എന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരിക്കലും സ്ക്വാട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ട് അല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണ് ടെൻഷൻ പോകണമെന്നും കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് മസിൽ ടെൻഷനും നിങ്ങളുടെ കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ലോ റെപ്പും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ ഏതർ നിങ്ങളുടെ ഹിപ്പിൽ പോകാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ഗ്ലൂട്ട്സിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നീസിലോട്ട് കൂടുതൽ ടെൻഷൻ പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുവഴി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ ഒരു ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതായത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ എഫക്റ്റ് നിങ്ങളുടെ ക്വാഡ്സിലെ മസിൽസിന് കിട്ടത്തില്ല. ആ വെയിറ്റ് നിങ്ങൾക്ക് കൂടുതലും പോണത് നിങ്ങളുടെ ജോയിൻസിലോ ഹിപ്പിലോ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ നല്ല രീതിയിൽ മൊബിലിറ്റി ട്രെയിനിങ്ങും ചെയ്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ട്രെച്ചിങ്ങും ചെയ്ത് നല്ല രീതിയിൽ സ്ക്വാട്ട്സ് ചെയ്യാൻ പഠിക്കുക ആദ്യം. ഓക്കെ, കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ സ്ക്വാട്ട് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് സ്ക്വാട്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മുടെ കറക്റ്റ് നമ്മുടെ ലെഗിൻ്റെ മസിൽസിൽ കിട്ടും, അത് പഠിക്കുക. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്വാട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇഞ്ചുറി വരുന്നു അല്ലെങ്കിൽ അത് പഠിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ വേറൊരു ഓൾട്ടർനേറ്റ് നോക്കുക. ഓക്കെ, അതിപ്പോൾ ലെഗ് പ്രസ് ആവാം, മെഷീൻ സ്ക്വാട്ട് ആവാം, അതുപോലെ തന്നെ കുറേ മെഷീൻ സ്ക്വാട്ടുണ്ട്, പിന്നെ പെൻഡുലം സ്ക്വാട്ടുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ സ്ക്വാട്ട് മെഷീനുണ്ട്. സോ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു വേരിയേഷൻ, അതായത് സ്ക്വാട്ടിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ മിസ്റ്റേക്ക് ആൾക്കാർ വരുത്തുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ലെഗിൻ്റെ മറ്റ് മസിൽസ് ട്രെയിൻ ചെയ്യുന്നില്ല. അതായത് കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാഡ്സിലാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ക്വാഡ്സ് ബിൽഡ് ചെയ്തെടുക്കണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ലെഗിൽ ഇഷ്ടംപോലെ മസിലുണ്ട്. അതായത് മിഡിൽ നമ്മുടെ ലെഗ്സിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാം, ഒരു ഔട്ടർ സെക്ഷനൊക്കെ കോഡുണ്ട്, ഒരു നമ്മുടെ ടിയർ ഡ്രോപ്പ് മസിൽ എന്ന് പറയുന്ന ഇന്നർ സെക്ഷൻ ഉണ്ട്, അതിൻ്റെ മിഡിലൊരു മസിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അബ്ഡക്റ്റേഴ്സ് ഉണ്ട്, അതായത് ഇന്നർ തൈസ് എന്ന് പറയുമ്പോൾ ആ മസിലുണ്ട്, അതുപോലെ ഹാംസ്ട്രിങ്സ് ഉണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ ട്രെയിൻ ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്വാഡിൻ്റെ മസിൽ മാത്രം, ഹെവി സ്ക്വാട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഹൈപ്പർട്രോഫി കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ലെഗ് ഡിഫൈൻഡ് ലെഗ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സോ നിങ്ങളിതെല്ലാ മെഷീൻസും യൂസ് ചെയ്ത് മിക്ക ജിമ്മിലും ആൾക്കാരൊന്നും ലെഗ് പ്രസ്സും സ്ക്വാട്ടും അല്ലാതെ മറ്റുള്ള മെഷീൻസ് ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. എക്സ്റ്റൻഷൻ, അബ്ഡക്റ്റേഴ്സ്, അതുപോലെ തന്നെ ഹിപ്പ് ത്രസ്റ്റ്, അതുപോലെ കുറേ മെഷീൻസ് ഉണ്ട്. സോ അതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ ഈക്വലായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ലെഗിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ ഫുൾനെസ്സും ആ ഒരു സെപ്പറേഷനും കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചുറി വരുമ്പം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് വെച്ചാൽ അതായത് നമുക്കിപ്പോൾ ഒരു ട്രെയിൻ ചെയ്ത് ഇഞ്ചുറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇഞ്ചുറിനെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കുന്നതാണ്. ബേസിക്കലി നിങ്ങൾ മാക്സിമം അത് ഇഞ്ചുറിയുടെ ലെവൽ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ചെറിയൊരു മസിൽ സ്ട്രെയിനോ അല്ലെങ്കിൽ ചെറിയ മസിൽ പുള്ളോ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് ജിമ്മിൽ വരാം. കുറച്ച് നാളെ 2-3 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് പതുക്കെ വളരെ ചെറിയ വെയിറ്റ് ഇട്ടിട്ട് ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള മസിലിനെ മാത്രം ട്രെയിൻ ചെയ്ത് ബാക്കിയുള്ള മസിൽസിന് നല്ല വെയിറ്റ് കൊടുത്തിട്ട് ആ ഒരു മസിലിനെ മാത്രം ട്രെയിൻ ചെയ്ത് അതുപോലെ തന്നെ സ്ട്രെച്ച് മൊബിലിറ്റി ട്രെയിനിങ് ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. പക്ഷേ ഇഞ്ചുറിയുടെ ലെവൽ ഹൈ ആണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണലിനെ പോയി കണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഇഞ്ചുറി വരുമ്പോൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത് ഇഞ്ചുറിയുടെ ലെവൽ അനുസരിച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഡീലോഡിനാണ്. ഡീലോഡ് വീക്ക് മിക്കവരും ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങളൊരു കട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഇപ്പം നിങ്ങൾ ബൾക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഫേസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ബോഡി വളരെ നല്ല രീതിയിൽ ഹൈപ്പർ റിയാക്ട് ചെയ്ത് അതായത് പുഷ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ബോഡിയിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ലീപ്പ് കിട്ടിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ എനർജറ്റിക് ആയിരിക്കുന്നൊരു സമയമുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെയ്റ്റ്സ് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 3-4-5 ആഴ്ച കഴിയുന്ന സമയത്ത് നിങ്ങളൊരു ഡീലോഡ് എടുക്കണം. അതായത് നിങ്ങൾ ചെറിയ രീതിയിൽ വെയിറ്റ് നല്ല രീതിയിൽ ചെറിയ വെയ്റ്റ്സ് വെച്ച് ആ മസിൽസിനെ ടെൻഷൻ ചെറിയ രീതിയിൽ കൊടുക്കുക, എന്നിട്ട് ജിമ്മിൽ നിന്ന് തിരിച്ചു വരിക. ഓക്കെ, അങ്ങനെ ഒരു ഡീലോഡ് വീക്ക് എടുക്കുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് റിക്കവർ ആവും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓവറോൾ ഒരു മസിലിന്, അതായത് ഓവറോൾ നിങ്ങളുടെ മസിൽ ബിൽഡിംഗ് പ്രോസസ്സ് ഫാസ്റ്റർ ആവും. അതായത് നിങ്ങൾക്ക് ഇപ്പം റിക്കവർ ആയിട്ട് ഏതെങ്കിലും മസിൽ ഉണ്ടെങ്കിൽ റിക്കവർ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മൊബിലിറ്റിയും റേഞ്ച് ഓഫ് മോഷനും നെക്സ്റ്റ് വീക്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഒരു ഡീലോഡ് വീക്ക് എടുക്കുന്ന, അല്ലെങ്കിൽ ഡീലോഡ് വീക്ക് എടുത്ത് അത് നിങ്ങൾ നോർമലി നമ്മളിപ്പോൾ എന്താ പറയുക, കുറേ നാൾ നമ്മളിപ്പോൾ ഒരു കാലറി ഡെഫിസിറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു കാർബിൽ ഹൈ ഡേ വരത്തില്ലേ, അതുപോലെയാണ് ഒരു ഡീലോഡ് വീക്ക്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ കാണുക, അതെടുക്കുക. അത് ഞാൻ എടുത്തിട്ടില്ല, അത് ഞാനൊരു മിസ്റ്റേക്ക് വരുത്തിയതാണ്. കുറേ നാൾ ഞാൻ ചിന്തിച്ച്, എനിക്ക് അറിയാമായിരുന്നു, ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയായിരുന്നു. ബട്ട് ഞാനിങ്ങനെ നെക്സ്റ്റ് വീക്ക് എടുക്കുമെന്ന് പറഞ്ഞ് പോയി, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് എനിക്ക് ഇഞ്ചുറി വന്നു. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് ഞാൻ പറഞ്ഞത്. സോ ഇത്രയുള്ള ഒരു ഇൻട്രോ എനിക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്, ഇനിയിപ്പോൾ ഞാൻ ജിമ്മിൽ പോയി ചെസ്റ്റ് അടിക്കുമ്പോൾ അവിടുന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ടച്ച് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളിത് ഈ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ മൈൻഡിൽ വെക്കുക, എന്നിട്ട് നിങ്ങൾ ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ജിമ്മിൽ പോയിട്ട് കാണാം. ജിമ്മിൽ പോയിട്ട് ഞാൻ ആദ്യം ചെയ്ത വർക്കൗട്ട് എന്ന് വെച്ചാൽ ഇൻക്ലൈൻ ക്ലാവിക്കൽ പ്രസ് അല്ലെങ്കിൽ ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് ആണ്. ഓക്കെ, സോ കഴിഞ്ഞ ആഴ്ചത്തിൽ നിന്നും കുറച്ച് വെയിറ്റ് ഞാൻ കൂട്ടിയായിരുന്നു ലാസ്റ്റ് സെറ്റിൽ. ബട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത വെയിറ്റ് ചെയ്തപ്പോഴും കുറച്ച് നല്ല സ്മൂത്തായിട്ടാണ് റെപ്സ് പോയത്. അതായത് നമുക്കറിയാൻ പറ്റും നമ്മുടെ ചെസ്റ്റ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. കാരണം നമുക്കത് ഫോം കറക്റ്റ് ആകുമ്പോഴും അതുപോലെ തന്നെ പ്രസ്സിങ്ങിൻ്റെ ഈസിനെസ് വെച്ചിട്ടും നമുക്ക് മനസ്സിലാവും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. സോ ചെറിയ രീതിയിൽ നമ്മുടെ ചെസ്റ്റ് അത് അഡാപ്റ്റ് ചെയ്ത് പ്രോഗ്രസ് ചെയ്തെന്നുള്ളൊരു റിസൾട്ടാണത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ബട്ടർഫ്ലൈ ആണ്, പെക്ടക്ക് എന്നും പറയും ഇതിന്. ഓക്കെ, സോ ബട്ടർഫ്ലൈ ഞാൻ ഒരു 4 സെറ്റ് ചെയ്തായിരുന്നു. 1 വാം സെറ്റും 3 വർക്കിംഗ് സെറ്റും. അതിൽ ഞാൻ ലാസ്റ്റ് സെറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് വർക്കൗട്ട് ചെയ്യുന്നൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്തത്. സോ എനിക്ക് ട്രൂലി ഫെയിലിയർ വരെ നിയർ അബൌട്ട് ഫെയിലിയർ വരെ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാനത് ചെയ്ത്, നിങ്ങൾ ബട്ടർഫ്ലൈയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ലോഡ് നമ്മുടെ ഷോൾഡറിൽ പോകാതെ കൂടുതൽ ലോഡ് നമ്മുടെ ചെസ്റ്റിൽ തന്നെ കിട്ടാൻ നോക്കുക. അത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് മൊബിലിറ്റി ട്രെയിനിങ് ചെയ്ത് കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിൽ കുറച്ചുകൂടെ ഫീൽ വരും. അതല്ലെങ്കിൽ നിങ്ങളുടെ റിസ്റ്റ് ചെറുതായിട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ സ്ട്രെച്ച് നമുക്ക് ആ ചെസ്റ്റിൽ വരും. സോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക മോഡറേഷൻസും ഇറ്ററേഷൻസും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്ത് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ്സിനാണ് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്സിന് വേണ്ടിയിട്ട് ബെഞ്ച് എടുക്കാൻ പോയത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അവിടെ ആ ദിവസം യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബെഞ്ച് ചെയ്യാതെ നമ്മുടെ ബാർബെല്ലിലാണ് ചെയ്തത്. സോ ബാർബെല്ലിൽ ചെയ്തപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് ആൾക്കാരുള്ളപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രൈപ്പോഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോൾഡറാണ് ചെയ്തത്, ലാറ്ററൽ റൈസസ്. ഒന്ന് ഞാൻ കേബിളിലും ചെയ്തു, ഒന്ന് ഞാൻ ഡംബലിലും ചെയ്തു. ഓക്കെ, സോ കേബിളിൽ നിങ്ങൾക്ക് കാണാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തത്. സോ ഇതിൽ നിങ്ങൾ കുറച്ച് കേബിളിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെറുതായിട്ടൊന്ന് പൊക്കി വയ്ക്കുക. നിങ്ങളുടെ ഒരു ഹിപ്പ് ലെവൽ അല്ലെങ്കിൽ ഹിപ്പ് വരെ പോകേണ്ട, ചെറിയൊരു മുട്ടിൻ്റെ ലെവൽ വരെ പൊക്കി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക, കുറച്ചും കൂടെ സ്ട്രെച്ച് കിട്ടും. എന്നാലും ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാവ്സ് ചെയ്തിട്ട് വർക്കൗട്ട് അവസാനിപ്പിച്ചു. സോ കാവ്സ് ഞാൻ ബേസിക്കലി ഞാൻ എന്താ പറയുക 3-4 എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. മോസ്റ്റ് ഡേയ്സ് 1 വർക്കൗട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ ഇന്ന് ചെയ്തത് മറ്റേ ലെഗ് പ്രസ് മെഷീനിൽ കാവ്സ് ചെയ്തത്. ഓക്കെ, സോ കാവ്സിൻ്റെ ഒരു വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റ് ഡേ അവസാനിപ്പിച്ചു. കഴിഞ്ഞ ചെസ്റ്റ് ഡേയിൽ നിന്നും കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ പുഷ് ചെയ്തു. സോ ചെറിയ രീതിയിൽ പ്രോഗ്രസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഇൻറ്റ്യൂഷൻ. സോ അത്രയേ ഉള്ളൂ ഈ ഒരു വർക്കൗട്ടിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ നമുക്ക് താങ്ക് യു ഫോർ വാച്ചിങ്.